കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംവാദം വീണ്ടും വിവാദത്തിൽ. ഇരിങ്ങാലക്കുട കരുവന്നൂർ ബാങ്കിൽ നിന്ന് നിക്ഷേപത്തുക തിരികെ ലഭിക്കാൻ സഹായം തേടിയ പുറത്തിശ്ശേരി സ്വദേശി ആനന്ദവല്ലിയാണ് ഇത്തവണ അപമാനിക്കപ്പെട്ടത്. പണം തിരികെ ലഭിക്കുന്നത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കാനും തന്റെ നെഞ്ചത്തേക്ക് കയറേണ്ടതെന്നുമാണ് കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. കഴിഞ്ഞ ദിവസം പുള്ളു സ്വദേശി കൊച്ചുവേലായുധന്റെ അപേക്ഷ നിരസിച്ചത് കൈപ്പിഴയാണെന്ന് വിശദീകരിച്ച് മണിക്കൂറുകൾക്കുള്ളിലാണ് പുതിയ വിവാദം. ചേച്ചി അധികം വർത്താനം പറയരുത്. നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പറയുക, ED ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ. നിങ്ങളുടെ മുഖ്യമന്ത്രി അടുത്ത് പോയി ED പിടിച്ചെടുത്ത കാശ് തന്റെ സ്ഥലം വിറ്റപ്പോൾ ലഭിച്ച പണം കരുവന്നൂർ ബാങ്കിൽ നിക്ഷേപിച്ചെങ്കിലും ഇപ്പോൾ പിൻവലിക്കാൻ കഴിയാത്തതിലുള്ള വിഷമം പറയാനാണ് ആനന്ദവല്ലി സുരേഷ് ഗോപിയെ കണ്ടത്. ഇരിങ്ങാലക്കുട പൊറത്തിശ്ശേരിയിൽ നടക്കുന്ന കലുങ്ക് സംവാദ പരിപാടിയിലെത്തി കാര്യം പറഞ്ഞു. തൊട്ടു പിന്നാലെ കേന്ദ്രമന്ത്രിയുടെ മറുപടി ഇങ്ങനെ: നിങ്ങളുടെ മന്ത്രി ഇവിടെ താമസിക്കുന്നത്? അല്ലല്ല, ഞാൻ ഈ രാജ്യത്തിന്റെ മന്ത്രിയാണ്. ഞാൻ അതിനുള്ള മറുപടിയും തന്നു കഴിഞ്ഞു. ഇതേ പറ്റൂ. നിങ്ങൾ മുഖ്യമന്ത്രിയെ കണ്ട് ആ തുക സ്വീകരിക്കാൻ പറ. മന്ത്രിക്ക് കാര്യം മനസ്സിലായില്ലെന്ന് കരുതി ചോദ്യം വിശദീകരിക്കാൻ ആനന്ദവല്ലി ശ്രമിച്ചു. എന്നാൽ ചേച്ചി അധികം വർത്തമാനം പറയേണ്ടെന്നും EDയിൽ നിന്ന് പണം ലഭിക്കാൻ മുഖ്യമന്ത്രിയെയാണ് സമീപിക്കേണ്ടതെന്നും സുരേഷ് ഗോപിയുടെ മറുപടി. ജനകീയ വിഷയങ്ങൾ ചർച്ച ചെയ്യാനും വികസന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനും ലക്ഷ്യമിട്ടാണ് കലുങ്ക് സംവാദത്തിന് തുടക്കം കുറിച്ചത്. എന്നാൽ തൃശൂർ പുള്ളിൽ നടന്ന ആദ്യ പരിപാടിയിലുണ്ടായ വിവാദങ്ങൾക്ക് കൊടുങ്ങല്ലൂരിൽ സുരേഷ് ഗോപി തന്നെ മറുപടി പറഞ്ഞിരുന്നു. വയോധികനായ കൊച്ചുവേലായുധനിൽ നിന്ന് അപേക്ഷ വാങ്ങാതിരുന്നത് കൈപ്പിഴയാണെന്നായിരുന്നു രാവിലെ കേന്ദ്രമന്ത്രിയുടെ വിശദീകരണം. ഇങ്ങനെ അവിടെ ഇവിടെയും തെന്നിയും തെറിച്ച് കിടക്കുന്ന ചില കൈപ്പഴങ്ങളൊക്കെ എടുത്ത് ചൂണ്ടിക്കാണിച്ച് ഈ തീപ്പന്തം തീഗോളം കെടുത്താമെന്ന് ഒരുത്തനും വിചാരിക്കുന്നു. നടക്കില്ല കേട്ടോ. അതിനൊക്കെയുള്ള ചന്ദ്രനൊക്കെ ഭരചന്ദ്രനുണ്ടെങ്കിൽ അത് സുരേഷ് ഗോപിക്കുണ്ട്. BJPയും കേന്ദ്രമന്ത്രിയും സംവാദ പരിപാടിയുടെ ഉദ്ദേശശുദ്ധിയെക്കുറിച്ച് വിശദീകരിച്ച് മണിക്കൂറുകൾ കഴിയും മുൻപാണ് പുതിയ വിവാദം. നിവേദനം സ്വീകരിക്കാത്തതിനെക്കുറിച്ച് സുരേഷ് ഗോപിയോട് ചോദിക്കണമെന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിന്റെ പ്രതികരണം. നിങ്ങൾ അവരോട് ചോദിക്കണം, അതിന്റെ മറുപടി കൊടുക്കണം. പക്ഷേ നിവേദനവും പരാതി കൊടുക്കാൻ ഒരു സംവിധാനം പാർട്ടി സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിലും ഉണ്ട്, 30 ജില്ലയിലും ഉണ്ട്. അപ്പൊ അങ്ങനെ ആ തൃശ്ശൂർ ജില്ലയിൽ പോയിട്ട് അവിടുത്തെ ഹെൽപ്പ് ഡെസ്കിൽ കൊടുക്കുക, അത്രേ ഉള്ളൂ. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് തൃശൂരിൽ നടത്തുന്ന പരിപാടികൾ വിവാദമാകുന്നതിൽ കടുത്ത നിരാശയിലാണ് BJP സംസ്ഥാന നേതൃത്വവും ജില്ലാ ഘടകങ്ങളും. ന്യൂസ് മലയാളം, തൃശൂർ.